ലോക്സഭ പിരിഞ്ഞതിനു പിന്നാലെ പാർലമെന്റിലെ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും. ഇരുസഭകളും നിർത്തിവെച്ചതിനു ശേഷം സ്പീക്കർ ഓം ബിർള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഫ്ലോർ നേതാക്കളെ പതിവ് ചായ സൽക്കാരത്തിന് ക്ഷണിക്കുകയായിരുന്നു. കേന്ദ്രമന്ത്രിമാരും പ്രതിപക്ഷ നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. നേതാക്കൾ പരസ്പരം ആശംസകൾ കൈമാറുന്നതിന്റെയും ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാണ്. പാർലമെന്റിന്റെ നിലവിലെ സമ്മേളനം ഓഗസ്റ്റ് 12-ന് അവസാനിക്കാനിരിക്കെയാണ് സഭ നിർത്തിവെച്ചത്. രാജ്യസഭയും നിർത്തിവെച്ചു. ശേഷം സംഘടിപ്പിച്ച അനൗപചാരികമായ കൂടിക്കാഴ്ചയിൽ യുക്രൈനിലെയും ഗാസയിലെയും നിലവിലെ സാഹചര്യം എന്താണെന്ന് രാഹുൽ ഗാന്ധി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനോട് ചോദിച്ചു. ഇന്ത്യ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നായിരുന്നു പ്രതിരോധ മന്ത്രിയുടെ മറുപടി. കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജിജു, കിഞ്ചരാപ്പു രാംമോഹൻ നായിഡു, ചിരാഗ് പാസ്വാൻ, പീയൂഷ് ഗോയൽ, എംപിമാരായ സുദീപ് ബന്ദോപാധ്യായ, കനിമൊഴി എന്നിവരും ചായ സൽക്കാരത്തിൽ പങ്കെടുത്തു. അതേസമയം പ്രധാനമന്ത്രി വയനാട് ദുരന്തം സംഭവിച്ച ഇടം സന്ദർശിക്കുമെന്ന് അറിയിച്ചപ്പോൾ രാഹുൽ ഗാന്ധി മോദിക്ക് നന്ദി പറഞ്ഞ് രംഗത്തു വന്നതും ശ്രദ്ധേയമായിരുന്നു. കാര്യങ്ങൾ നേരിട്ടു കണ്ട് ഈ മഹാദുരന്തത്തിന്റെ വ്യാപ്തി തിരിച്ചറിയാൻ അങ്ങയ്ക്ക് കഴിയും. ഇതൊരു നല്ല തീരുമാനമാണ്. പ്രധാനമന്ത്രി ഉരുളെടുത്ത പ്രദേശം കണ്ടാൽ തന്നെ അവിടുത്തെ ദുരന്ത വ്യാപ്തി തിരിച്ചറിയുമെന്നും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്ന് കരുതുന്നുവെന്നും രാഹുൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുൻപ് എക്സിൽ കുറിച്ചിരുന്നു. അതേസമയം സന്ദർശനത്തിന് ശേഷം വയനാട് ദുരിതത്തിൽ നാശനഷ്ടങ്ങളുടെ വിശദമായ മെമ്മോറാണ്ടം സമർപ്പിക്കാൻ കേരളത്തോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചിരുന്നു. എത്ര വീടുകൾ തകർന്നു, എത്ര നാശനഷ്ടമുണ്ടായി, ഏത് രീതിയിൽ ജനങ്ങളുടെ പുനരധിവാസം നടത്താൻ ഉദ്ദേശിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള വിശദമായ കണക്കുകൾ ഉൾപ്പെട്ട മെമ്മോറാണ്ടമാണ് സമർപ്പിക്കേണ്ടത്. ഇത് സഹായം പ്രഖ്യാപിക്കുന്നതിന് മുൻപുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. കേരളത്തിനൊപ്പമുണ്ടെന്നും പണം തടസ്സമാകില്ലെന്നും സഹായം ലഭ്യമാക്കുമെന്നും കളക്ട്രേറ്റിൽ നടന്ന അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി അറിയിച്ചിരുന്നു. വയനാട് സന്ദർശനത്തിന് ശേഷം ഹെലികോപ്റ്ററിൽ കണ്ണൂരിലേക്ക് പോയ പ്രധാനമന്ത്രി അവിടെ നിന്നും ദില്ലിയിലേക്ക് മടങ്ങി. അതിനിടെ വയനാടിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് കേന്ദ്രം നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ആവശ്യപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശന ശേഷം അതിൽ പ്രതീക്ഷയുണ്ട്. പുനരധിവാസം ഉറപ്പാക്കണം. ഭാവിയിൽ ദുരന്തങ്ങളിൽ ഇത്രയും ജീവൻ നഷ്ടപ്പെടില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടിരുന്നു. ദുരന്ത മേഖലകളിലെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷമാണ് സതീശന്റെ ഈ പ്രതികരണം.